മുഖവുരയായി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അഥവാ ഒരു അറിയിപ്പാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ സ്വത്ത് വിറ്റുതുലച്ചു, കട്ടുമുടിച്ചു എന്നൊക്കെ മാനത്ത് നോക്കി ഓരിയിടുന്ന കുറുക്കന്മാർക്കായി ജോയ് ജോസഫ് കീഴത്ത് 6 വർഷം മുൻപ് പാസ്റ്ററൽ കൗൺസിലിൽ വെച്ച് ഒരു ഓഫർ വെച്ചിരുന്നു. തെളിവ് കൊണ്ടുവരുന്നവർക്ക് 3 കോടി വില വരുന്ന 3 ഏക്കർ റബ്ബർ തോട്ടം സൗജന്യമായി കൊടുക്കും എന്നായിരുന്നു ഓഫർ. 1 മാസം മുമ്പ് എൻ്റെ വീഡിയോയിലൂടെ 2 വട്ടം അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞു, ഈ 2 ഓർമ്മപ്പെടുത്തലും കൂടെ കഴിഞ്ഞു. അതായത് 1 തരം, 2 തരം, 3 തരം കഴിഞ്ഞു. ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ആരുടെ കയ്യിലും തെളിവില്ല. ഇതാ തെളിവ് എന്ന് പറഞ്ഞ് പാഞ്ഞു നിന്നിരുന്നവർ കേസിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണിപ്പോൾ, അഴിയെണ്ണാൻ പോകുകയാണ്. ഇനി 2 ആഴ്ച കൂടി ഈ ഓഫർ നിലനിൽക്കും. ഓഗസ്റ്റ് 31-ന് ഇത് അവസാനിക്കുന്നു. 1 തരം, 2 തരം, 3 തരം. അസൂയയുടെ ആൾരൂപമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആലിഞ്ചോട്ടിൽ ഉലകന്നാൻ. എറണാകുളം ജില്ലയിൽ ജനിച്ചെങ്കിലും തെങ്ങിൻചോട്ടിൽ പോത്തൻ്റെ പൊന്നുമോൾ ഒറ്റപുത്രി കത്രീനായെ കെട്ടി ദത്തുപുത്രനായി അയാൾ പാലായിൽ വന്ന് താമസമാക്കിയെന്ന് മാത്രം. അയലത്തെ ആശാരിപ്പറമ്പിൽ ചാക്കോച്ചനെ അയാൾക്ക് കണ്ടുകൂടാ. ചാക്കോച്ചൻ പണക്കാരനും സുന്ദരനും വിദ്യാസമ്പന്നനും തറവാടിയുമാണ്. ഏത് നേരവും ഉലഹന്നാൻ്റെ ഒരു കണ്ണ് വടക്കു നോക്കിയ യന്ത്രം പോലെ ആശാരിപ്പറമ്പിലേക്ക് തിരിഞ്ഞിരിക്കും. ഒരു കണ്ണ് എന്ന് പറഞ്ഞത് പരിഹസിച്ചല്ല, അയാൾക്കൊരു കണ്ണേ ഉള്ളൂ. അവിടെ ആരൊക്കെ വരുന്നു? അയാളുടെ വാഴയ്ക്ക് കുല വന്നു, പ്ലാവിൽ എത്ര ചക്കയുണ്ട്, ചാക്കോ പുതിയ വണ്ടി വാങ്ങിയോ, അയാൾ വെടിക്ക് പോയിട്ട് വല്ലതും തടഞ്ഞോ, കപ്പ കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര പറ നെല്ല് കിട്ടി എന്നിങ്ങനെ ഉലഹന്നാൻ കണക്കെടുത്തുകൊണ്ടിരിക്കും. അതിനതിന് ചാക്കോയുടെ ബിസിനസ്സും കൃഷിയും വെച്ചടി കയറും. പിള്ളേരൊക്കെ പഠിച്ചു മുന്നേറും. ഉലഹന്നാനാകട്ടെ തൊടുന്നതെല്ലാം പിഴയ്ക്കും, കൃഷിയൊക്കെ നശിക്കും. പിള്ളേർക്കാണെങ്കിൽ പഠിക്കണമെന്നേ ഇല്ല. നല്ലൊരു സൈക്കിൾ വാങ്ങാൻ പോലും അയാൾക്ക് പാങ്ങില്ല. ആകെയുള്ളത് ഒരു കോണകവാലാണ്. അക്കാലത്ത് ആ സാധനം എല്ലാവർക്കുമില്ല, ചുരുക്കം ചില പ്രമാണിമാർക്കേ ഉള്ളൂ. അടിയിലിതുണ്ട് എന്ന് കാണിക്കാൻ ചിലരൊക്കെ മുണ്ടു മടക്കി ചുരുട്ടി കയറ്റിക്കുത്തി വെളുത്ത വാല് പ്രദർശിപ്പിച്ച് നടക്കൂ. അങ്ങനെയാണ് ഉലഹന്നാനും. അതൊരു കുലമഹിമയുടെ അടയാളമായിരുന്നു. കുലമഹിമ ഒന്നുമില്ലെങ്കിലും ഉലഹന്നാന് വാലുണ്ട്. ഉലഹന്നാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, നീ എൻ്റെ കഷ്ടങ്ങളൊന്നും കാണുന്നില്ലേ, നീ എന്നെ ആ ചാക്കോച്ചനെ പോലെ ആക്ക്. തനിക്ക് ചാക്കോച്ചനെ പോലെ ആകാൻ ഒരിക്കലും കഴിയില്ല എന്ന് നന്നായി അറിയാവുന്ന ഉലഹന്നാൻ പ്രാർത്ഥന ഒന്ന് തിരുത്തും. കർത്താവേ, നിനക്കത് പറ്റില്ലെങ്കിൽ അവനെ എന്നെപ്പോലെ ആക്ക്. ഏത് മാന്യനും സമ്പന്നനുമായ ചാക്കോച്ചനെ എന്നെപ്പോലൊരു ചെറ്റയും ഒറ്റക്കണ്ണനും ആക്കണേ എന്നാണ് സത്യക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. ഈ ഒറ്റക്കണ്ണൻ, ക്ഷമിക്കണം നാട്ടുകാർ പറയുന്ന വാക്ക് അതേപടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഉലഹന്നാൻ്റെ കുറേ അവതാരങ്ങളെ എറണാകുളത്തെ വൈദികരുടെയും അൽമായ പിന്മാറ്റക്കാരുടെയും ഇടയിൽ കാണാം. ഏതു നേരവും തെക്കോട്ട് നോക്കിയിരിപ്പാണ്. തുടരെ കുറ്റം പറച്ചിലാണ്, കുശുമ്പ് വിളമ്പാണ്. നേര് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികളോട് എറണാകുളത്തുള്ള ഒരു പറ്റം വൈദികർക്കും കുറേ അൽമായ പിന്മാറ്റക്കാർക്കും ഇതേ നിലപാടാണ്. തെക്കൻ ക്രിസ്ത്യാനികൾ, വരത്തന്മാർ, കൽദായർ എന്നൊക്കെ പരമപുച്ഛത്തോടെയാണ് അവരെ വിളിക്കുന്നത്. എത്രയൊക്കെ ആഞ്ഞു പിടിച്ചാലും അവരെപ്പോലെയൊന്നും ആകാൻ കഴിയില്ല എന്നൊരു അധമബോധം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് ഇവരുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും എപ്പോഴും കാണാം. അവരെപ്പോലെ ആകാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഞങ്ങളെപ്പോലെ ആക്കണേ എന്നാണ് പ്രാർത്ഥന. സഭാസംബന്ധമായ എഴുത്തുകളിലും വീഡിയോകളിലും വരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളാണ് തെളിവ്. സമൂഹ മാധ്യമത്തിൽ പച്ചത്തെറി വിളിച്ചാൽ വന്നേക്കാവുന്ന ഭവിഷ്യത്തോർത്ത് തന്തയ്ക്ക് വിളിയാണ്. എടാ പുല്ലേ, നിർത്തടാ നിൻ്റെ പുലയാട്ട് എന്ന ഒരുത്തൻ സ്ഥിരമായി എന്നെ ആട്ടുമായിരുന്നു. ജോസഫൻ എന്ന ഒരുത്തൻ്റെ ഇഷ്ടവാക്ക് ബാസ്റ്റേഡ് എന്നാണ്. ഇത് കണ്ടോ? ഈ മഹാൻ ഇത് സ്ഥിരം ആവർത്തിച്ചിരുന്നു. അതിന് മുഴക്കം കൂട്ടാൻ വേണ്ടി, നീളം കൂട്ടാൻ വേണ്ടി കക്ഷി കുറേ അധികം എ എന്ന് ചേർത്താണ് വിളി. പിന്നെ പഞ്ഞിക്കുരു, പരുത്തിക്കുരു, കഞ്ഞിക്കോരൻ, പിന്മാറ്റ വീരൻ തുടങ്ങിയ ഒത്തിരി പേർ പറയുന്ന അതിഭയങ്കരമായൊരു തെറിയാണ് കൽദായം. അവരെ സംബന്ധിച്ച് ഏറ്റവും അറപ്പുള്ള വാക്ക് അവർ ഏറ്റവും വെറുക്കുന്നവരെ വിളിക്കുകയാണ്. അങ്ങനെ തൃപ്തി അടയുകയാണ്. സ്വന്തം വേരെവിടെ എന്ന് ഉറപ്പില്ലാത്തവരാണ്. ലത്തീനോ സുറിയാനിയോ എന്ന് ഉറപ്പില്ലാത്ത പറങ്ക്യാനികളാണ് മാർത്തോമ്മ പാരമ്പര്യത്തിൻ്റെ ആഴത്തിൽ ഉറച്ച തായ് പേരുള്ളവരെ വിളിക്കുന്ന തെറി കൽദായം. നിനക്ക് ഏകീകൃത കുർബാന വേണേൽ പാലായ്ക്ക് പോടാ, കൽദായ പൊട്ട ആണ് ആട്ട്. അത് തന്നെയായിരുന്നു ജോർജ് ആലഞ്ചേരിയോടുള്ള വിദ്വേഷത്തിൻ്റെ പ്രധാന കാരണവും. എല്ലാത്തിനും കണക്ക് വെക്കണമെന്ന് ആലഞ്ചേരി പറഞ്ഞതോടെ എറണാകുളത്ത് ചില വൈദികരുടെ
തറവാട്ട അവകാശം പോലെ തുടർന്നു വന്നിരുന്ന കൈയിട്ട് വാരലും കട്ടുതീറ്റയും നടക്കില്ല എന്ന് വന്നതും കാരണമായി. ഇയാളെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചേ പറ്റൂ എന്നായി ഇവിടുത്തെ സാൻഹെദ്രീൻ സംഘത്തിൻ്റെ തീരുമാനം. ഈ പശ്ചാത്തലത്തിൽ ഇച്ചിരി കൽദായ വിശേഷം അറിഞ്ഞിരിക്കണമല്ലോ. ഭാരത കത്തോലിക്ക സഭയിൽ ആരാണ് കൽദായർ? ഉത്തരം: കൽദായ സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്നവരെയാണ് കൽദായർ എന്ന് പറയുന്നത്. കൽദായ സുറിയാനി ആരാധനാക്രമത്തിന് മറ്റു പേരുകളുണ്ടോ? ഉണ്ടല്ലോ. കൽദായ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ മറ്റൊരു പേരാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം എന്നത്. ചോദ്യം: ആരാണ് കൽദായ സുറിയാനി ആരാധനാക്രമം അഥവാ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്നത്? ഉത്തരം: കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട സീറോ മലബാർ സഭ പിന്തുടരുന്നത് കൽദായ സുറിയാനി ആരാധനാക്രമമാണ് അഥവാ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ സീറോ മലബാർ സഭയിലെ എല്ലാ അതിരൂപതകളും രൂപതകളും പിന്തുടരുന്നത് കൽദായ സുറിയാനി ആരാധനാക്രമമാണോ? ഉത്തരം: അതെ. എറണാകുളം അതിരൂപത ഉൾപ്പെടെ സീറോ മലബാർ സഭ പിന്തുടരുന്നത് കൽദായ സുറിയാനി ആരാധനാക്രമമാണ്. സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34ലും പ്രസ്തുത കൽദായ സുറിയാനി ക്രമം മാർപ്പാപ്പ ആവശ്യപ്പെട്ട 2021 ജൂലൈ 3 മുതൽ പിന്തുടരുന്നു. ഈ സഭയിലെ എറണാകുളം അതിരൂപത മാത്രം ജനാഭിമുഖമായി തുടരുന്നു. എറണാകുളം അതിരൂപത വാശി പിടിക്കുന്ന ജനാഭിമുഖ കുർബാനയുടെ പശ്ചാത്തലം എന്താണ്? ഉത്തരം: 2021 ജൂലൈ 3 മുൻപ് ഒന്നിൽ കൂടുതൽ രീതിയിലായിരുന്നു സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. 2021 ജൂലൈ 3 മാർപ്പാപ്പ ഒരു രേഖ പുറപ്പെടുവിച്ച് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരിക്കാൻ ആവശ്യപ്പെട്ടത്. പ്രസ്തുത രേഖ അംഗീകരിക്കില്ല, ഞങ്ങളിതനുസരിക്കില്ല എന്നാണ് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളുടെ നിലപാട്. അത് മാർപ്പാപ്പ ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച രേഖയാണോ? ഉത്തരം: അല്ല. 1934 ഡിസംബർ 1 റോമിൽ തുടങ്ങിയ പുനരുദ്ധാരണത്തിൻ്റെ അവസാനമാണ് 2021 ജൂലൈ 3 രേഖ. ചോദ്യം: 1934 പുനരുദ്ധാരണം ആവശ്യമായി വരാൻ കാരണമെന്തായിരുന്നു? ഉത്തരം: ഭാരതത്തിലെ പുരാതന സഭയിൽ നിലനിന്ന ആരാധനാക്രമത്തിൽ വിദേശ മിഷനറിമാർ 1599 ഉദയംപേരൂർ സൂനകുദോസിൽ വെച്ച് തിരുത്തലുകൾ വരുത്തി. ആരാധനാക്രമം തനിമയിൽ പിന്തുടരണം എന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടായിരുന്നു. ചോദ്യം: ആരാധനാക്രമം തനിമയിൽ സംരക്ഷിക്കണമെന്ന് കത്തോലിക്ക സഭ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഉത്തരം: രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പ്രമാണ രേഖയിലാണ് ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നിയമാനുസൃതമായ ആരാധനാക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാം എന്നും എല്ലാ പൗരസ്ത്യ സഭകളും അറിഞ്ഞിരിക്കട്ടെ. ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താവുന്നതല്ല. അതിനാൽ ഏറ്റവും വിശ്വസ്തയോടെ ഇവയെല്ലാം പൗരസ്ത്യർ അനുസരിക്കണം. മുമ്പത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം. കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ട് എങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഓറിയന്റാലിയും എക്ലേസാരിയും ഡിക്രി ഓൺ ദ ഈസ്റ്റേൺ കാത്തലിക് ചർച്ചസ്, പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്രിയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചൈതന്യമനുസരിച്ചാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പുനരുദ്ധരിക്കാൻ റോം തീരുമാനിച്ചത്. അതിനായി 11-ാം പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗിക നടപടി ആരംഭിച്ചത് 1934 ഡിസംബർ 1 ചോദ്യം: പ്രസ്തുത പുനരുദ്ധാരണം എറണാകുളം അതിരൂപതയിലെ വൈദികർ ഉൾപ്പെടെ ആരും അറിയാതെയാണോ 2023 ജൂലൈ 3 രേഖ വരെ എത്തിയത്? ഉത്തരം: അല്ല. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പുനരുദ്ധാരണ ചരിത്രത്തിലെ പ്രധാന വർഷങ്ങളാണ് 1934, 62, 68, 69, 70, 74, 86, 99, 2000, 2021 എന്നിവ. ഈ വർഷങ്ങളിലെല്ലാം നടന്ന നിരവധി പഠനങ്ങളുടെയും ചർച്ചയുടെയും വിലയിരുത്തലിൻ്റെയും അവസാനമാണ് മാർപ്പാപ്പ 2021 ജൂലൈ 3 രേഖ പുറപ്പെടുവിച്ചത്. അതിലെല്ലാം എറണാകുളം അതിരൂപതയിലെ ആരാധനാക്രമ പണ്ഡിതരും പങ്കെടുത്തിട്ടുണ്ട്. ചോദ്യം: സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് എന്താണ് മുകളിൽ പ്രതിപാദിച്ച വർഷങ്ങളുടെ പ്രധാന പ്രസക്തി?
1934 ആരാധനക്രമ പുനരുദ്ധാരണ നടപടികൾ റോമിൽ നിന്ന് ഔദ്യോഗികമായി ആരംഭിച്ച വർഷം. 1962 വിശുദ്ധ കുർബാന പുനരുദ്ധാരണം റോം പൂർത്തിയാക്കി. പുനരുദ്ധരിച്ച വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയിൽ ഉപയോഗത്തിൽ വന്ന വർഷം പൂർണ്ണമായും മദ്ബഹ അഭിമുഖമായിരുന്നു. അത് 68 റോം 2 വർഷത്തേക്ക് ഒരു കുർബാനക്രമം അനുവദിച്ച വർഷം. 69 അത് 2 വർഷത്തേക്ക് മാത്രമാണ് എന്ന് റോം സീറോ മലബാർ മെത്രാന്മാരെ നേരിട്ട് അറിയിച്ച വർഷം. 1970 2 വർഷത്തേക്ക് റോം അനുവദിച്ച പ്രസ്തുത ക്രമം അവസാനിക്കേണ്ടിയിരുന്ന വർഷം. സീറോ മലബാർ സഭയിൽ എറണാകുളം അതിരൂപതയിൽ തുടരുന്ന ജനാഭിമുഖ കുർബാനയുടെ ചരിത്രം 1968 മുതലാണ് എന്നാണ് പറയുന്നത്. പ്രസ്തുത ക്രമം ജനാഭിമുഖമായിരുന്നില്ല. ചിലർക്ക് തോന്നി ജനാഭിമുഖ ആയി പിന്തുടരാൻ. അങ്ങനെ പിന്തുടർന്നതാണ് ജനാഭിമുഖ കുർബാന. അത് എറണാകുളം അതിരൂപതയിലെ ആരാധനക്രമ പണ്ഡിതൻ ആന്റണി നരികുളം അച്ഛൻ ഒരു വീഡിയോയിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പയുടെ കത്ത് തിരുത്തണം. തിരുത്തി മാർപ്പാപ്പ പുതിയ കത്തയച്ചു. അനുപ്പിക്കുക. 3ാമത്തെ ആളാണ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. എന്ന കാര്യങ്ങൾ അങ്ങയെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. 1, അങ്ങയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. 4 എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അതിന് നൺസിയോ ചെറിയൊരു സെൻറ്റൻസ് ആമുഖമായിട്ട് എഴുതി. ഇനി ഞാൻ എഴുതാൻ പോകുന്ന കാര്യം അങ്ങേക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കാം, പക്ഷേ അത് ദൈവനിയോഗമായിട്ട് സ്വീകരിക്കുക. എന്താണ് 4ാമത്തെ കാര്യം? 1956 റോമിൽ നിന്ന് നിശ്ചയിച്ചു എറണാകുളത്തോടൊപ്പം ചങ്ങനാശ്ശേരിയെയും ഒരു അതിരൂപതയാക്കാൻ. എന്ത് സംഭവിച്ചു? 1923 പല വികാരിയത്തുകളൊക്കെ ചേർത്ത് ഒറ്റ തലവനെ ഉണ്ടാക്കിയ ആ തലയെ 2ആയിട്ട് വെട്ടിമുറിച്ചു. ഒരേ അധികാരമുള്ള 2 മെത്രാപ്പൊലീത്തമാരെ നിയമിച്ചു. ഇവിടെ സംഘർഷത്തിന് കാരണമായി. പല കാരണത്താൽ അന്നത്തെ സീറോ മലബാർ സഭയിലെ മെത്രാൻ നേതൃത്വം 1968 ക്രമം തുടർന്നു. 62 ഉപയോഗത്തിൽ വന്ന ക്രമം പരിഷ്കരിച്ച് 86 ജോൺ പോൾ 2 മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് അർപ്പിച്ച് ഉപയോഗത്തിൽ വരുത്തിയതാണ് പുതിയ തക്സ. ഇത് പൂർണ്ണമായും മദ്ബഹ അഭിമുഖമായിരുന്നു. പ്രസ്തുത ക്രമവും എറണാകുളം അതിരൂപത പിന്തുടർന്നില്ല. അവർ 68 ക്രമം തന്നെ പിന്തുടർന്നു. മറ്റ് ചില രൂപതകൾ 1986 ക്രമവും പിന്തുടർന്നു. 99 സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടപ്പോൾ ഈ സഭയുടെ വിശുദ്ധ കുർബാന ഏകോപിപ്പിക്കാൻ സിനഡ് തീരുമാനിച്ചു. അൾത്താരാഭിമുഖവാദികളെയും ജനാഭിമുഖവാദികളെയും ഒന്നിപ്പിക്കുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഫോർമുല. സിനഡിൻ്റെ ഈ തീരുമാനത്തിനാണ് 2021 ജൂലൈ 3 രേഖയിലൂടെ മാർപ്പാപ്പ അംഗീകാരം നൽകിയതും നടപ്പാക്കാൻ ആവശ്യപ്പെട്ടതും. ചോദ്യം: ഇപ്പറഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചതായി പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലാക്കാൻ ആധികാരിക രേഖയുണ്ടോ? ഉത്തരം: ഉണ്ട്. റോമൻ ഡോക്യുമെൻറ്റ്സ് ഓൺ ദ സീറോ മലബാർ ലിറ്റർജി എന്ന ഔദ്യോഗിക രേഖ റോമിൽ നിന്ന് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് 1934 മുതൽ 1995 വരെ പുറപ്പെടുവിച്ച രേഖകളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. ചോദ്യം: മാർപ്പാപ്പ പുറപ്പെടുവിച്ച 2021 ജൂലൈ 3 രേഖ പൊതുസമൂഹത്തിന് ലഭ്യമാണോ? ഉത്തരം: അതെ. മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിലുള്ള വത്തിക്കാൻ വെബ്സൈറ്റിൽ പ്രസ്തുത രേഖ പൊതുസമൂഹത്തിലെ ആർക്കും ലഭ്യമാകുന്ന വിധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം: സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന തക്സ മാർപ്പാപ്പയുടെ അറിവില്ലാതെ തിരുത്തി എന്നൊരു വാദം എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ മുഴക്കുന്നുണ്ടല്ലോ. അതിൽ വല്ല സത്യവുമുണ്ടോ? ഉത്തരം: അതിൽ യാതൊരു സത്യവുമില്ല, അടിസ്ഥാനവുമില്ല. ചോദ്യം: ഇത്രയുമെല്ലാം നിയമപരമായിട്ടും എറണാകുളം അതിരൂപതയിലെ കുറച്ച് പേർ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നത് എന്താണ്? ഉത്തരം: അവർക്ക് മാർപ്പാപ്പയെ അനുസരിക്കാൻ തയ്യാറില്ല. അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. 1970 മുതൽ ഇവർ പിന്തുടരുന്നത് അനുസരണക്കേടിൻ്റെ ചരിത്രം മാത്രമാണ്. ചോദ്യം: മാർപ്പാപ്പയെ അനുസരിക്കാൻ സാധിക്കില്ല എങ്കിൽ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾക്ക് സഭ വിട്ടുപോയി കൂടെ? ഉത്തരം: സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തു പോകാൻ 2024 മെയ് 1 കലൂർ സമ്മേളനത്തിൽ ഈ വിമതർ തീരുമാനമെടുത്തതാണ്. പ്രസ്തുത മീറ്റിങ്ങിൽ
എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള പാറേക്കാട്ടിലച്ഛനാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. അങ്ങനെ സീറോ മലബാർ സഭയിലെ പൗരോഹിത്യവും അംഗത്വവും ഉപേക്ഷിച്ച് MV യോഹന്നാൻ്റെ സഭയിലോ മലങ്കര ഓർത്തഡോക്സ് സഭയിലോ ചേരാൻ അനുവാദം ചോദിച്ച് ഇവിടുത്തെ കുറേ വൈദികർ പോയിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്കുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് അവർ ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത്.